ഇന്ന് നടക്കാൻ കൊണ്ടുപോയത് നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു വഴിയുണ്ട് കേട്ടോ, ഒരു ടാറിങ് റോഡ്. അതിലേ പോവാ കേട്ടോ ചെയ്തത്. അപ്പോൾ അവിടെ ഒരു പഴുത്ത ചക്ക ചീഞ്ഞത് കാക്ക കൊത്തി തിന്നുന്നുണ്ടപ്പോൾ എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് ഓടിയതാണ് കേട്ടോ, കാക്കി ഓടിക്കാനായിട്ട്. നല്ല സ്ഥലമാണ് കേട്ടോ. നേരത്തെ സ്ഥിരം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അന്നേരം കുറച്ചുകൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകും കേട്ടോ. അന്നേരം ഈ മനുഷ്യർ കാണുമ്പോൾ എന്നാ പറയുന്നറിയോ, അവരും ഉണ്ട്, ഒരു പട്ടിയുണ്ടെന്ന്. അങ്ങനെ പറച്ചിൽ കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നിർത്തിയതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇപ്പുറത്തോട്ടാക്കിയതാണ്. അപ്പം ഞാനിങ്ങനെ കൊണ്ടുവരുമ്പം മുന്നേ ഇങ്ങ് പോരുള്ളൂ. ഇവള് പിന്നെ വരുന്ന വഴി മുഴുവൻ കണ്ട കാക്കയും പൂച്ചേനെ ഓടിച്ചും പെറുക്കിയൊക്കെ അവൾ കുറച്ച് കഴിയും ഞങ്ങളൊന്ന് കണ്ടുമുട്ടാൻ കേട്ടോ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ചാപ്പാട് ചോദിക്കുന്നതായി കാണുന്നത്. ഇത് വലിച്ചുകൊണ്ട് നടക്കുക. അമ്മമ്മ വേണ്ടേ? ഉണ്ട് കഴിഞ്ഞല്ലേ ലീഷല്ലേ? അമ്മ തരട്ടെ? തക്കടു മമ്മ എടുത്ത് തരട്ടെ? അമ്മ എടുത്ത് തരാം കേട്ടോ. ഈ ചോറ് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, ചിക്കൻ്റെ അകത്ത് എല്ലുണ്ടല്ലോ, ഞാനൊരു ലെഗ് പീസാട്ടോ എടുത്തത്. അത് പിച്ചി കീറിടുക ചെയ്തത്. അന്നേരം ആ എല്ല് മെയിൻ എല്ലാണല്ലോ, അത് മുറിച്ച് രണ്ടുപേർക്ക് കൂടെ കൊടുത്തില്ല. ഒരാൾക്കാണ് കിട്ടുന്നെങ്കിലും അടുത്തയാളുടെ ചങ്ക് പൊട്ടും കേട്ടോ. എന്നാ അതാദ്യം അങ്ങ് മിണുങ്ങാൻ കൊടുക്കുവാണെങ്കിൽ ഈ എല്ല് കൊച്ചും പിന്നെ പിന്നെ കുഴപ്പമില്ലല്ലോ. അവനൊരു ജീരകമുട്ടായി തിന്നുന്ന അത്രയേ ഉള്ളൂ. ഒരു ജീരകമുട്ടായി തിന്നുന്ന പോലെ. മമ്മുണ്ണ നടത്താൻ കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ. അവൻ പിന്നെ വന്നതേ കയറി അപ്പുറേ പോയി ഫാനിൻ്റെ ചോട്ടിലിരുന്നുകൊണ്ട് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോന്നു കേട്ടോ, ചോറെടുക്കാനായിട്ട്. അതുകൊണ്ട് പിന്നെ അഴിച്ചില്ല. ഇനിയിപ്പോൾ കൈ കഴുകിയിട്ട് അഴിച്ച് കളയാം. പിന്നെ അതും തൂക്കിക്കൊണ്ട് എത്ര നേരം മുഴുവനും നടന്നോളൂ കേട്ടോ. ഇത് മോള് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന ലീഷ കേട്ടോ. 2 പേർക്ക് ഓരോന്ന്. എന്താ എൻ്റെ സെറ്റപ്പ് നല്ല വില കേട്ടോ. 2 വർഷമായി ഇത് ഉപയോഗിക്കുന്നു. 2 പേർക്കും ഉണ്ടോ ഓരോന്ന്. അതിങ്ങനെ എവിടെയെങ്കിലും ഇട്ടേക്കും കേട്ടോ, അടുക്കളയിലോ ഹോളിലോ എവിടെയെങ്കിലും സെറ്റ് ചെയ്യും. ഓക്കെ. അവൻ ചാപ്പാട് കണ്ടോ, ആ വായിന്ന് പൊഴിച്ചിട്ടുണ്ട് വരുന്ന വരവാ. ഞാൻ അടിച്ചു കളയണം, അല്ലെ ഇത് മുഴുവൻ ചവിട്ടി നേരത്തും പോയി കിടക്കുന്നു. ഇത് പിന്നെ ഫാനിൻ്റെ അടി പോയി കിടക്കണ. ഈ മൂലയാണോ അത്ര ഇഷ്ടപ്പെട്ടെ? കണ്ടോ, സാധാരണ അവിടെ കിടക്കുന്ന സ്ഥിരമായിട്ട് നമ്മുടെ ചച്ചുക്കുട്ടിയാട്ടോ. ഇപ്പം ആ മൂലം അവൻ കൈയടക്കി. നേരത്തെ അവൻ സെറ്റിയുടെ എവിടെയാണ് കിടന്നുകൊണ്ടിരുന്നത്. എനിക്കിപ്പം എന്താ കിടക്കുന്ന കിടപ്പുണ്ട്. അല്ല അവൻ കൈയടക്കിയേക്കുന്നത്. ഊണ് കഴിഞ്ഞ് കിടന്ന് കാണിക്കുന്ന പരിപാടിയുണ്ടോ? കുടുക്കിയൊക്കെ നിറഞ്ഞപ്പം കള്ളിപ്പെണ്ണേ ഈ എടി എന്നാ ഇത് നകളം അത്രേ ഉള്ളൂ.
എന്നെ ആ ആ? എടി കള്ളി, എടി കള്ളി, കണ്ട, ഇതാണ് സോപ്പ്. ഈ സോപ്പിൻ്റെ പേരെന്നാ? ഊണ് കഴിഞ്ഞൊരു വെള്ളവടി. അവിടെ കേട്ടോ സ്ഥിരം വെള്ളം വയ്ക്കുന്നത്. അതാണ് അവൾ ആ വെള്ളം കുടിക്കാൻ പോകുന്നത്. ഇനിയും പോയി ചിലയും കൂടെ പോയി ചോറിനാൻ പോകുന്ന. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ, അടുത്ത ദിവസം കാണാം.